ഹലോ ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഗാലക്സി S23 Ultra. ഇതിലാണെങ്കിൽ One UI 6.1 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് സാംസങ് ഗാലക്സി S24 Ultrയുടെ ഏറെക്കുറെ എല്ലാ ഫീച്ചേഴ്സും ഇതിലും വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റിൽ വന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഫീച്ചറുടെ പേരാണ് സർക്കിൾ ടു സെർച്ച്. ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷോർട്സോ റീലോ കണ്ടോണ്ടിരിക്കുക. ഇപ്പോൾ ഒരു സാധനം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് ഗൂഗിൾ ലിൻസിലിടും. ഇപ്പം ഗൂഗിൾ മൊത്തം സെർച്ച് ചെയ്ത് നമുക്ക് ഉത്തരം തരും. ഈ ഒരു കാര്യം ഇത്ര സ്റ്റെപ്സിന്റെ ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. നേരെ നമ്മുടെ ജസ്റ്റർ ബാറിൽ കുറച്ച് സെക്കൻഡ്സ് ഞെക്കി പിടിക്കുക, അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിൽ വന്നേക്കുന്ന അടുത്തൊരു മേജർ ഫീച്ചറാണ് ജനറേറ്റീവ് എ ഐ. നിങ്ങൾ കേട്ട പോലെ തന്നെ ഇത് ഒരു എ ഐ ഫീച്ചറാണ്. ഇത് ഉപയോഗിക്കാനായിട്ട് ആദ്യം ഗ്യാലറി പോവുക, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യുക, എന്നിട്ട് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ബ്ലൂ ബട്ടൺ കാണും, അത് ഞെക്കുക, എന്നിട്ട് നമ്മുടെ ഇമേജ് എഡിറ്റ് ചെയ്തിട്ട് അതിന് ജനറേറ്റ് കൊടുക്കുക. A few moments later. ഇത് ജനറേറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഇത് ചെയ്തപ്പോൾ അറൗണ്ട് 20 സെക്കൻഡ്സ് എടുത്ത് ജനറേറ്റ് ആകാൻ. ഇതിൽ ജനറേറ്റ് ആയ പിക്ചർ നോക്കുവാണെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നത്തില്ല. നല്ല പക്കയായിട്ട് അതിനകത്ത് ഒബ്ജക്ട്സിനെയൊക്കെ എ ഐ വെച്ച് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നേക്കുന്ന അടുത്തൊരു ഫീച്ചറാണ് ലൈവ് ട്രാൻസ്ലേഷൻ. അതായത് നമ്മൾ ഒരാളെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന ആളും നമ്മളും തമ്മിൽ ഉള്ള ലാംഗ്വേജ് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിൽ വന്നേക്കുന്ന ആകെയുള്ള ഇന്ത്യൻ ലാംഗ്വേജ് ഹിന്ദി മാത്രമേ ഉള്ളൂ, വേറെ ഒരു ലാംഗ്വേജും വന്നിട്ടില്ല. നമുക്കിതിൽ കോൾ മാത്രമല്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജ് വരെ നമുക്ക് ട്രാൻസ്ലേറ്റ് ആക്കി തരും. അപ്പം അതിലും ഹിന്ദി എന്ന ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, വേറെ ലാംഗ്വേജസ് ഒന്നുമില്ല ഇന്ത്യയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വോയിസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതും നമുക്ക് ഓരോ സ്പീക്കേഴ്സിനെ വെച്ച് റെക്കഗ്നൈസ് ചെയ്ത് ഒരാളുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും പറയുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റിന്റെ രീതിയിൽ നമുക്ക് എഴുതി തരും. പിന്നെ S24 Ultra ഉള്ള ഒരു ഫീച്ചറും S23 വരാത്തതുമായ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. അതായത് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ അത് സ്ലോ മോഷൻ ആകും. ആ ഒരു ഫീച്ചർ അവർക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതൊരു എ ഐ ഫീച്ചർ ആയതുകൊണ്ടായിരിക്കണം അവർക്കത് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ സാംസങ്ങിന്റെ പഴയ ഫ്ലാഗ്ഷിപ്സ് ഉണ്ടല്ലോ, അതായത് S22 S21 സീരീസും അതിൽ വരുമോന്ന്. അപ്പോൾ ആ ഡിവൈസസിൽ ഈ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിൻ്റെ റിലീസ് ഡേറ്റ് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. കാരണം അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ അവർ കണ്ടു. അതുകൊണ്ട് അവരത് ഫിക്സ് ചെയ്തിട്ടേ അത് ഇറക്കത്തുള്ളൂ. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയും നമുക്ക് അടുത്ത വീഡിയോ കാണാം.